എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും LPSC UPSC പരീക്ഷയ്ക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തു അല്ലേ? സ്വന്തം ജില്ല തിരഞ്ഞെടുത്തു. അതായത് നമ്മൾ താമസിക്കുന്ന ജില്ലയല്ല, അതല്ലാതെ ജോലി സാധ്യതകൾ കൂടുതലുള്ള ഒരു ജില്ലകളൊക്കെ നമ്മൾ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ജില്ലയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ LPക്ക് വേറെ UPക്ക് വേറെ അങ്ങനെ അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരുവിധം എല്ലാവരും ആശങ്കയോട് കൂടി, അതായത് ആപ്ലിക്കൻസിൻ്റെ എണ്ണം വന്നു കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും ആശങ്കയോട് കൂടി നോക്കുന്ന ഒന്നാണ് എന്താണ്, മലപ്പുറം ജില്ലയിലെ ആളുകളുടെ എണ്ണവും അതുപോലെ തന്നെ ജോലി സാധ്യതയും. ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും, ഈശ്വര മലപ്പുറം ജില്ല വെച്ചത് അബദ്ധമായോ എന്ന് തോന്നുന്നവരും കുറച്ച് പേരുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴത്തെ ആ ഒരു നില എന്താണ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. 2019 പരീക്ഷ നടന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു പരീക്ഷയ്ക്ക് എത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, ഇപ്പം എത്ര വർധനവുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LPക്ക് 8946 പേരാണ് LP അപ്ലൈ ചെയ്തത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തപ്പോൾ ഏകദേശം ഒരു 1000 പേരുടെ കുറവുണ്ടായിരുന്നു. അതെ, 7989 പേരാണ്, 1000ഓളം പേരുടെ കുറവുണ്ടായിരുന്നു. ഏകദേശമാണ് കേട്ടോ കണക്ക് പറയുന്നത്. അപ്പോൾ കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം LP മലപ്പുറം ജില്ല, നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മലപ്പുറം ജില്ല മാത്രമാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര പേരുണ്ട്? 11,787 പേരുണ്ട്. ഏകദേശം അറൗണ്ട് ഒരു 4000ൻ്റെ അടുത്ത് ആൾക്കാരുടെ വർധനവുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ കൺഫർമേഷനും ഇപ്പോഴത്തെ ആപ്ലിക്കൻസും ആണ് പറയുന്നത്. കൺഫർമേഷനും ഇപ്പോഴത്തെ ആപ്ലിക്കൻസും 4000ഓളം ആളുകളുടെ വർധനവുണ്ട്. അതുപോലെ തന്നെ UP നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,440 പേരാണ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു 2000ൻ്റെ അടുത്ത് കുറവുണ്ടായിരുന്നു കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പോൾ തന്നിരിക്കുന്ന, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ പ്രകാരം 29,523 പേരാണ് UPക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 8000 ആൾക്കാരുടെ, ഏകദേശം ഒരു 8000ൻ്റെ അടുത്ത ആൾക്കാരുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൺഫർമേഷൻ കൊടുത്തതും ഇപ്രാവശ്യത്തെ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ. അപ്പോൾ ഏകദേശം ഒരു 4000ൻ്റെയും 8000ൻ്റെയും ഡിഫറൻസ് ആണ് എന്തിൽ വന്നിരിക്കുന്നത്, LPയിലും UPയിലും വന്നിരിക്കുന്നത് ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ. നോക്കാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് LPക്കാണെങ്കിൽ 50 മാർക്കും UPക്കാണെങ്കിൽ 62 മാർക്കുമാണ്. അത് ചെറിയ മാർക്കൊന്നുമല്ല, അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് അല്ലേ? അത്യാവശ്യം നമുക്കറിയാം UP പരീക്ഷയൊക്കെ അത്യാവശ്യം നിലവാരത്തിലുള്ള പരീക്ഷ തന്നെയാണ് നടന്നത്. മാത്സ് ഒക്കെ നമ്മളെ നല്ല പോലെ കുഴക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു UP. എന്നാൽ 62 അവിടെ കട്ട് ഓഫ് വന്നത്. LPയുടെ കട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ 50 ആയിരുന്നു. 50 കട്ട് ഓഫ്. ഇനി LP 997 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റ് മാത്രമാണ് പറയുന്നത്. മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. UP ആണെന്നുണ്ടെങ്കിൽ 1007 പേരും മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇത്രയും പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഇപ്പോഴത്തെ നിയമന നിലയാണ് അല്ലേ? ഇന്ന് വരെ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് പോയ അഡ്വൈസ് വെച്ച് നോക്കുമ്പോൾ എത്ര പേര് അപ്പോയിൻമെൻറ്റ് നടന്നു അല്ലെങ്കിൽ എത്ര പേര് സർവീസിൽ കയറി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ LP ആണ് എങ്കിൽ 997 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. പക്ഷേ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റും എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 1036 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. 1036 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 997 പേരാണ്. എന്നാൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല അല്ലേ? ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 1.5 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ ലിസ്റ്റ് നിലവിൽ വന്നിട്ട്. ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ആ നിയമനങ്ങൾ നടക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷയിൽ 997 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 17-ാം തീയതി ആണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. അപ്പോൾ അത് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1036 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അത് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും എല്ലാം കൂടി കണക്കാക്കിയിട്ടാണ്. അതായത് റിസർവേഷനൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അങ്ങനെ കണക്കാക്കിയിട്ടാണ് 1036 LP അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഇനി UPയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 305 പേരാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്.
നമുക്കറിയാം LP-യെക്കാളും താരതമ്യേന കുറവായിരിക്കും UP-യിൽ എന്ത് നടക്കാറുള്ളത്, നിയമനം നടക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ജില്ല വെച്ച് നോക്കുമ്പോൾ 305 പേരാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, 1007 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് അല്ലേ. അതിൽ 305 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 305 പേരെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് എടുത്തു എന്നല്ല പറയുന്നത്. അഡ്വൈസ് പോയിരിക്കുന്നത് 305 പേർക്കാണ്. ലാസ്റ്റ് അഡ്വൈസ് പോയത് കഴിഞ്ഞ ജനുവരി 20-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇത്രയും പോയി, ഇനി ഈ വർഷം വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ല എന്നാണോ? അല്ല, അഡ്വൈസ് പോയി, ഇത്രയും ആളുകൾക്ക് ജോലി കിട്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യവും ഇനി വരാൻ പോകുന്ന സമയങ്ങളിലും, അപ്പോൾ ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഏറ്റവും കൂടുതൽ നിയമന സാധ്യത നടക്കാൻ ഏത് തന്നെയാണ് സാധ്യത? ഈ ഒരു ജില്ല തന്നെയാണ് അല്ലേ, മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഈ ഒരു കൂടുതൽ നിയമനം. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് നിയമന സാധ്യത നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ അവിടെ നമുക്ക് നിയമന സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? അല്ല, നല്ല രീതിയിൽ പഠിക്കണം. അവിടെ നമ്മൾ നല്ല റാങ്കിലേക്ക് എത്താനായിട്ട്, ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് നല്ല രീതിയിൽ പഠിക്കണം. ഏത് ജില്ലയിലും കോമ്പറ്റീഷൻ ഉണ്ട്, അത് നമുക്കറിയാം. ആ ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉള്ളിലുള്ള കാര്യമാണ്. പക്ഷെ അതിനെ നമ്മൾ അംഗീകരിക്കാൻ കുറച്ച് മടിക്കും. കാരണം നമ്മൾ വിചാരിക്കും, ആ ജില്ല വെച്ചാൽ എളുപ്പമാണ്, ഈ ജില്ല വെച്ചാൽ എളുപ്പമാണ്. പക്ഷെ ജില്ല ഏത് വെക്കുന്നു എന്നത് നമ്മൾ ഒരു സെക്കൻഡായിട്ട് എടുക്കും, കാരണം അത് സെക്കൻഡറി ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കറക്റ്റായിട്ട് സിലബസ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇവിടെ മലപ്പുറം തിരഞ്ഞെടുത്തവരൊന്നും തന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല. ചിലർക്കൊക്കെ ഉണ്ട്, അയ്യോ മിസ്സേ മലപ്പുറം തിരഞ്ഞെടുത്ത അബദ്ധമായോ, ഏറ്റവും കൂടുതൽ അവിടെ തന്നെയാണ്, കാസർഗോഡ് കുറവായിരുന്നു, അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരിപ്പോഴും ഉണ്ട് അല്ലേ. അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട സമയമല്ല. നിങ്ങൾ നല്ലതിനാണ് അത് ചെയ്തത്. കാരണം അവിടെയാണ് സ്കൂളുകൾ കൂടുതൽ. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ എന്തെങ്കിലും ഒരു റാങ്ക് ഫയൽ മാത്രം ബേസ് ചെയ്ത് പഠിച്ചാലൊന്നും പോരാ നമ്മൾ അല്ലേ. ഒരു റാങ്ക് ഫയലിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നു, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ റാങ്ക് ഫയൽ അടച്ചു വെച്ചു അടുത്ത പുസ്തകം എടുക്കുന്നു, അങ്ങനെയല്ല. അല്ലെങ്കിൽ ചിലരുണ്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ പ്രിൻ്റ് എടുത്തു, സിലബസ് തുടക്കം, അവിടെ എന്താണ് കേരള ചരിത്രം, പഴശ്ശിരാജ, ഓക്കെ തുടങ്ങി. പഴശ്ശിരാജ പഠിച്ച് തീരലില്ല, പിന്നെ കുറേ ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും സിലബസ് എടുക്കുന്നു, പഠിക്കുന്നു, വീണ്ടും പഴശ്ശിരാജ തന്നെ പഠിക്കുന്നു. അപ്പം നമ്മൾ എത്തുന്നില്ല, കംപ്ലീറ്റിലേക്ക് എത്തുന്നില്ല, എപ്പോഴും തുടക്കത്തിൽ തന്നെ നിൽക്കുക. അങ്ങനെ കേരള ചരിത്രം എത്ര പ്രാവശ്യം പഠിച്ച ആൾക്കാരുണ്ട് അല്ലേ. അത് എല്ലാ പരീക്ഷകൾക്കും അങ്ങനെ തന്നെയാണ് കേരള ചരിത്രം. കാരണം സിലബസിൽ എപ്പോഴും തുടക്കം കേരള ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയായിരിക്കും. PSCയുടെ സിലബസിൽ ഒരുവിധമൊക്കെ ചരിത്രം തന്നെയായിരിക്കും കൂടുതലും തുടക്കത്തിൽ ഉണ്ടാവുക. ആ ചരിത്രം പഠിച്ച് ഒരുപാട് സമയം പോവും. എന്നാൽ പഠിക്കേണ്ട ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്കാണ്. സയൻസും മാത്സും ഇംഗ്ലീഷൊക്കെ അവസാനത്തേക്കാണ് വരുന്നത്. അവിടേക്ക് നമ്മൾ എത്തുന്നില്ല സിലബസ് വെച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ വെച്ച് പഠിക്കുമ്പോൾ. ഇവിടെ അങ്ങനെയല്ല പഠിക്കേണ്ടത്. എല്ലാ ടോപ്പിക്കുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഈ പറയുന്ന പോലെ ഒരു ടൈം ടേബിൾ വേണം. ഇനിയിപ്പോൾ ഈ മലപ്പുറം ജില്ലയുടെ നിയമന നിലയും അല്ലെങ്കിൽ മറ്റു ജില്ലകളുടെ നിയമന നിലയും കണ്ട് അന്താളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പരിതപിച്ചിരിക്കുകയോ ഒന്നും അല്ല ഇനി വേണ്ടത്. പക്ഷെ മലപ്പുറംകാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കാണ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതൽ. വളരെ കൃത്യമായി ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എന്നുള്ള പഠനത്തിന് നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചിലർക്കൊക്കെ റിസർവേഷൻ ഉള്ളവരാണ്. ഈ മലപ്പുറം ജില്ല മാത്രമല്ല, മറ്റു ജില്ലകളിലും നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ റിസർവേഷൻ ഉള്ളവരാണ്. വിശ്വകർമ്മയാകാം, ബില്ലവയാവാം, തീയയാകാം, അതുപോലെ തന്നെ ഹിന്ദു നാടാറ്, അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ളവരായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, എൻ്റെ കാറ്റഗറിയിൽ എത്ര പേരുണ്ടാവും എൻ്റെ ജില്ലയിൽ അല്ലേ? അതും കൂടി നിങ്ങൾക്കറിയാൻ ആഗ്രഹം ഉണ്ടാവും ഇല്ലേ? അതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ പഠനത്തിനോടൊപ്പം തന്നെ സെക്കൻഡറി ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പാരലലി നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ എത്ര പേരോട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കാറ്റഗറിയിൽ എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മുസ്ലിം കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എത്രയുണ്ട്, സാധ്യതയുണ്ട്. അതുപോലെ തന്നെ SC ST ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സാധ്യത എത്രയാണ്
എത്ര പേരോടാണ് ഞാൻ മത്സരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു സർവേ നമ്മൾ നടത്തുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ആ സർവേയിൽ നിങ്ങൾ ഏത് ജില്ലയാണോ അപ്ലൈ ചെയ്തത് ആ ജില്ലയും നിങ്ങളുടെ പേരെന്താണോ ആ പേര്, ജില്ല, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണ്, ആ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. കാരണം PSC കൊടുക്കുന്ന അല്ലെങ്കിൽ PSCയുടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള അതേ കാര്യം തന്നെ. ഇപ്പോൾ ചിലരൊക്കെ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ മുസ്ലിം കൊടുക്കാതെ OBCയിലേക്ക് കൊടുക്കും. അങ്ങനെയല്ല, കൃത്യമായിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതിലാണോ വരുന്ന റിസർവേഷൻ ആ റിസർവേഷൻ കൂടി പറഞ്ഞുകൊണ്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട്. ഈ വീഡിയോയുടെ താഴെയുള്ള ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, നമ്മുടെ ഈ ഒരു സർവേയുടെ ഭാഗമാവുക. അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ സർവേയുടെ റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സർവേ എടുക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റില്ല ഓരോ ജില്ലയിലും ഏകദേശം എത്ര പേരുണ്ട്, ആ പഠനത്തിന് എത്രത്തോളം മൂർച്ച കൊടുക്കണം. മൂർച്ച എന്തായാലും വേണം അല്ലേ, പക്ഷെ എന്നാലും എത്ര പേരോടാണ് ഞാൻ മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഗൂഗിൾ ഫോം കൂടി നിങ്ങൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ വളരെ കൃത്യതയായിരുന്നുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ കോഴ്സസിൽ ജോയിൻ ചെയ്യുക. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയുള്ള പരീക്ഷകൾക്കാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്, ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകൾക്കാണ്. ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളും നമുക്ക് മോഡൽ എക്സാമുകളുണ്ട്. അതൊരു PSC എക്സാം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും നമ്മൾ പരീക്ഷകൾ നടത്തുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിലാണ് മത്സരിക്കുന്നത് അല്ലേ, ജില്ലാ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കണം. അത് നിങ്ങളുടെ പഠിത്തത്തിന് കുറച്ചുകൂടെ ഉഷാറാക്കും അല്ലേ. നമുക്ക് ഏകദേശം മനസ്സിലാവും എൻ്റെ അടുത്ത് വരുന്ന റാങ്കുകാർ ഇവരൊക്കെ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ താമസിക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഇവരൊക്കെയാണ് എന്നോട് മത്സരിക്കാനുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പഠിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങൾ വേണ്ടത് അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട്. പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ക്ലാസ്സുകളും ഉടനെ തന്നെ ആരംഭിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായി ലക്ഷ്യം വെച്ച് തന്നെ റാങ്കിലേക്ക് എത്താം. അതുകൊണ്ട് ജോയിൻ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്